ഹായ് ഗായ്സ്. നീ അവിടെ എനിക്ക് ഇറങ്ങണ പോയി ഇങ്ങോട്ട് നോക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ അവിടെ ചെന്നിട്ട് നോക്കുള്ളൂ. ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംഭവം കേട്ടോ, അവിടെ നിൽക്ക്, വെയിറ്റ് കാണുന്നില്ല. ഹായ്, ഓക്കെ വാ. കണ്ണാടിയും പിടിച്ച് നടക്കുന്നത്. അപ്പം കണ്ടൻറ് ക്രിയേഷൻ പാഷനാക്കി നടന്ന ഞങ്ങൾ ആ പാഷൻ്റെ പുറകെ ഒരു കാട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ല ടർബോയെ, അപ്പം ഇവനെ ഞാൻ മോട്ടറാക്കി, അവൻ എന്നെ മോട്ടറാക്കി. ഞങ്ങൾ ഒരു റീലെടുക്കാൻ വേണ്ടി, ആദ്യമായി റീലെടുക്കാൻ വേണ്ടി ഒരുങ്ങി വന്നിരിക്കുന്നു ഞങ്ങൾ. ഞാനാണ് ഇന്നത്തെ റീലെടുക്കാനുള്ള ആൾ. ഷൂട്ട് ചെയ്യുന്നത് ടർബോ, പോസ്റ്റ് ചെയ്യാൻ പോകുന്ന ടർബോഗ്രഫിയിൽ. അവിടെ വഴി ചെളി. അപ്പം അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. മിററുണ്ട്, കോട്ടുണ്ട്, പിന്നെ വേറെ സാധനമുണ്ട്, കാണിച്ചുതരാം. സെക്കൻഡ് കണ്ടോ, ഈ സാധനം ഗോസ്. ഐഡിയാസൊക്കെ ഉണ്ടല്ലേ ടർബോ? ഐഡിയാസൊക്കെ ഉണ്ട്. എടാ മോനെ, സ്പോട്ടിലെത്തി കേട്ടോ. എടാ ഒൻ്റെ മോനെ, ഇപ്പോൾ പോയാനെ സ്പോട്ടിലെത്തി. നല്ല വെയിലുണ്ട്. സംഭവം കൊള്ളാം, സ്ഥലം കൊള്ളാം. ഇനി പ്രിപ്പറേഷൻസ് ആണ് ബാക്കി. നമുക്ക് പിന്നെ മേക്കപ്പും കാര്യങ്ങളൊന്നും വേണ്ട, അതിനാണല്ലോ ഗോസ്. അപ്പം ഇതാണ് സ്ഥലം. ഈ സ്ഥലത്ത് നിന്നാണ് നമ്മൾ റീൽ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടാവുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വ്ളോഗ് പോസ്റ്റ് ചെയ്ത് അതിൻ്റെ 12 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ വീഡിയോ വന്നിരിക്കുന്നതാണ് ടർബോ പറഞ്ഞിരിക്കുന്നത്. എടാ ഇത് മതിയടാ, ഇതിലൂടെ നടക്കാൻ പറ്റും. ഈ സ്ഥലത്തൂടെ നടക്കാൻ പറ്റും. ആ എവിടെ പോണ്ടേ? അറ്റം വരെ പോകാൻ പറ്റും. ഈ ചാനലിൻ്റെ പേര് എൻ്റെ കയ്യിലാണെങ്കിലും കോൺട്രിബ്യൂഷൻ ഇവൻ്റെയും ജസ്റ്റാദിൻ്റെയും ആണ് കൂടുതലാണെന്ന് ആൾക്കാർ പറയുന്നത്. അതൊരു സത്യമാണ്. അതെ, ഇവരെ വിറ്റ് ജീവിക്കാം. പാവൻ ടർബോ. പക്ഷെ നമ്മൾ കഴിഞ്ഞ വ്ളോഗ് ഇട്ടത് ഒരു ഒഫീഷ്യൽ പ്രോഗ്രാമിന് പോയതായിരുന്നു. അത്യാവശ്യം കിട്ടില്ല ഫുഡും നല്ലൊരു അപ്രീസിയേഷൻ കിട്ടിയല്ലോ നമുക്ക്. ആ ഒരു കിടിലം പരിപാടിയായിരുന്നു ചെയ്തതിൽ. ലൈക്ക് ഫസ്റ്റ് ടൈമാണ് നമ്മളിങ്ങനെ ഒരു പ്രൊഫഷണലി പോയി ചെയ്യുന്നത്. ഫോട്ടോ എടുക്കാനായാലും വീഡിയോ എടുക്കാനായാലും നമ്മൾ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ലൈഫിൽ പോയത്. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് മനസ്സിലായതല്ലേ. ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ നമ്മൾ നിന്ന് ഫോട്ടോ എടുത്തതും ലൈക്ക് അതിൻ്റെ വീഡിയോസ് ഇരുന്ന് എഡിറ്റ് ചെയ്ത് സെറ്റായി കൊടുത്തു. അടിപൊളി ആയിരുന്നു അന്നത്തെ ദിവസം. നല്ല ഫുഡ് അടിച്ചിട്ടോ. ഇതെന്താ ഒരു മിനിറ്റ്, ഇതെന്താ? എവിടെയോ കൊണ്ട് പോകുന്നുണ്ട് കഥ. എടാ കാല് ഷൂഡറാ. എടാ അങ്ങനെ ചാടി കയറാൻ പറ്റിയ പാൻ്റല്ല, പാൻറ്റ് കീറും. നിനക്കറിയാമല്ലോ പാൻറ്റ് കീറുന്നതിൻ്റെ അവസ്ഥ. ഞാൻ പറയട്ടെ, ഇവിടെ ഒന്ന് ഒരുങ്ങിയാൽ പോരെ, നല്ല വെയിലുണ്ട്. അപ്പോൾ ഗൈസ്, ഒരുങ്ങിയിട്ട് വീഡിയോ പിന്നെ ഓണാക്കുന്നതായിരിക്കും. ഓക്കെ, അങ്ങോട്ട് പോയിക്കോ. ആ ഓക്കെ വാ. ആരും ഒന്നും പറയരുത്, കണ്ടിട്ടത് മൈക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഷോ ഇറക്കുന്നതല്ല. ടർബോ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഒന്നും പറയരുത് ആരും. കണ്ണിട്ടത് കണ്ണ് കാണാത്തതുകൊണ്ടാണോ മറ്റേതാണെന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഒന്നും ചെയ്യല്ലേ. ഇത് മൈക്ക് ജസ്റ്റ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എപ്പോൾ ഈ കോളറിൽ വെച്ച് ശീലമായിട്ട് ഒരു ചേഞ്ചിന് വേണ്ടി ഞങ്ങൾ എന്ത് മൈക്ക് കൂടെ വെച്ച് സീൻ തന്നെ അല്ലേ. ഓക്കെ, ഇത് വേറൊരു പരിപാടി ഉണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് കാണാൻ പറ്റും നമ്മളെന്താണ് ഷൂട്ട് ചെയ്യുന്നതെന്നുള്ളത് കേട്ടോ. ഉള്ളിലേക്ക് പോവാം. അപ്പോൾ ഇതിൽ എനിക്ക് എന്നെ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഇത് പിടി,
ഇതെവിടെ വെക്കാം? നിങ്ങൾക്ക് വേണ്ടി ബിഹൈൻഡ് ദ സീൻസ് എടുക്കാൻ വന്നേ. ട്രൈപോഡ് ഇവിടെ വല്ലതും വെച്ച് നോക്കിയാലോ? ആ കണ്ണാടി എടുത്തിട്ട് വന്ന് കണ്ണാടി ഫ്ലാറ്റ് ആക്കിയിട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെക്കാമായിരുന്നു. ടാസ്ക് ആണല്ലേ? അവിടെ തന്നെ വെക്കാം. ഒന്ന് കയറട്ടെ. ഷൂവിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറി. പൂക്കിത്തരം ഒരുത്തൻ വേർത്ത് ഒലിച്ച് പണ്ടാരടങ്ങി. സ്റ്റിൽ നമ്മൾ എടുക്കാൻ വന്നിരിക്കുന്നത് ഇത് കനാലാട്ടോ. താഴെ വെള്ളമോ? ഓക്കെ, ഈ വയലിലാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തത്. റീൽസിനുള്ള റോ വീഡിയോസ് നമ്മൾ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വേറൊരു റീലിനും കൂടെ ഉള്ള സാധനം. രണ്ടും സിമിലറാണ്. സ്റ്റിൽ റെഫറൻസ് കിട്ടിയ സാധനം നമ്മൾ എടുത്ത് നോക്കുക. ബാ, എവിടെ വെക്കാം? ഇവിടെ വെക്കിയെന്ന് കട്ട് ചെയ്തേ. ഓക്കെ, സാധനം ഓണാക്കിയിട്ടുണ്ട്. ഹായ് 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 ബിഹൈൻഡ് ദ സീൻസ്. വെൽക്കം ടു ബിഹൈൻഡ് ദ സീൻസ്. അല്ല, വെൽക്കം ബാക്ക് ടു ബിഹൈൻഡ് ദ സീൻസ്. തുടങ്ങി വെച്ച സാധനമാണ്. ആ ക്യാമറ ഇരിക്കുന്ന നോക്കി എത്ര വെയിലെത്താൻ. എടാ ഗോസ് ചുറ്റിയിട്ട് ഓണാക്കിയാൽ പോരെ? ഗോസ് ചുറ്റിയിട്ട് ഓണാക്കാം. മുടി ചുറ്റണോ? വേണ്ട, ഫേസ് മാത്രം. ക്രിയേറ്റിവിറ്റി അറ്റ് ഇറ്റ് പീക്കാണോ എന്ന് റീൽസ് കണ്ടിട്ട് പറയട്ടെ. അവിടെ ഈ റീൽസ് എല്ലാവരും ഒന്ന് കാണണം പ്ലീസ്. കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്. ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ റീൽസിന് വേണ്ടി കഷ്ടപ്പെടുന്നത് ഞങ്ങളെ. ഓക്കെ, ഇതാ നോക്ക്, ആകെ 2 ആളുകൾ. ഈ സംഭവം മൊത്തം ചെയ്യാൻ ഞങ്ങൾ 2 പേരേ ഉള്ളൂ. വിളിച്ചായിരുന്നു കുറേ എണ്ണം. എടാ, എനിക്ക് ഇനിയൊന്നും കാണുന്നില്ല കേട്ടോ. ഒരു സാധനം എനിക്ക് കാണാൻ പറ്റിയ അതല്ല കാണാം മീൻസ് അങ്ങനെയല്ല. നീ അകത്തേറ്റുണ്ട്, ടൈറ്റ് ആക്കിയോ? മുടി ടൈറ്റാന്ന് കുഴപ്പമില്ല, സീനില്ല. ഓക്കെ ഫൈൻ. കുഴപ്പമില്ലല്ലോ, മുഖം കുഴപ്പമില്ലല്ലോ. നോക്കിയാ എനിക്ക് കാണാൻ പറ്റുന്നില്ല ഒന്നും. അത് സ്ക്രീൻ കാണുന്നില്ല എനിക്ക് സംസാരിക്കുന്നതും. ഗായ്സ്, തളർന്ന് ശ്വാസം കിട്ടിയത് ഇപ്പോഴാണ്. നിങ്ങൾ ബിഹൈൻഡ് ദ സീൻസ് വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. ബിഹൈൻഡ് ദ സീൻസ് എന്നല്ല, ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. തെക്ക മുഖത്ത് കെട്ടി നമ്മൾ ഷൂട്ട് ചെയ്തു കേട്ടോ. അത്യാവശ്യം നല്ല സ്ഥലം. മയിലൊക്കെ ഉണ്ട് ഇവിടെ. വന്നപ്പോൾ തന്നെ മയിലിൻ്റെ സൗണ്ട് കിട്ടും, പക്ഷെ കാണാൻ പറ്റിയില്ല. ഇന്ന് ആ റീൽസിനെ കൊണ്ട് ആ വീഡിയോസിനെ കൊണ്ട് താജ്മഹൽ പണിയെന്നാണ് ഇവൻ പറഞ്ഞേക്കുന്നത് അല്ലേ? ഞാനോ ഇവനെ മറ്റേ സംഭവം എന്താ പറയുന്നത്, എന്ത് ചെയ്താലും സിംപ്ലിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന വീഡിയോസൊക്കെ അടിപൊളിയാണ്. എന്നിട്ട് അതിനെന്ത് ചെയ്യും, അത് അത്ര സിമ്പിൾ വീഡിയോ ഇടാം, വലിയ സംഭവം ഒന്നുമല്ലല്ലോ, അങ്ങനത്തെ രീതിയിൽ പോകുന്നില്ല. ഇപ്പോഴത്തെ അവന്മാരെ എഡിറ്റിൽ ഇപ്പോഴത്തെ അവന്മാരുടെ അടുത്ത് ആവശ്യത്തിന് സാധനങ്ങളുണ്ടാവിടാ. നമ്മളിലുള്ള സാധനം വെച്ചിട്ട് ബെസ്റ്റ് ഔട്ട് കൊടുക്കുക എന്നാണ് നമ്മളെ ആവശ്യമില്ല. നമ്മളെ ക്രിയേറ്റിവിറ്റി വരുന്നത്. ശ്വാസം കിട്ടുന്നില്ല. പക്ഷെ വെള്ളം കുടിക്കണം എന്ന് വിചാരിച്ചു. ഈ കോട്ടൊന്നും ഇട്ടുകൊണ്ടേ പുറത്തിറങ്ങാൻ പറ്റില്ല. കല്യാണത്തിനൊന്നുമല്ല ഉണ്ട്. ആൾക്കാർ ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനെ ആയിരിക്കണടാ വ്ളോഗൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. ലൈക്ക് ഒന്നുമില്ലായിരുന്നു, വെറുതെ റൂമിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് തീരുമാനിച്ചു ഇന്നലെ പോകാൻ പറ്റില്ല, അപ്പോൾ തന്നെ ഇന്ന് പോവാം കഴിഞ്ഞ് സ്പോട്ടിൽ ഇറങ്ങി തീരുമാനിച്ചു, വ്ളോഗിൻ്റെ കണ്ടൻറ്റായി. സോ എല്ലാവരും ലൈഫ് ഓഫ് സേഫി ടർബോഗ്രഫിയും ഫോളോ ചെയ്തിരിക്കുക. റീൽസിൻ്റെ ഔട്ട് അതിൽ വരുമായിരിക്കും. ഇതിലും നമ്മളിടും, ഇൻസ്റ്റയിലും അല്ല യൂട്യൂബിലിടും. പക്ഷേ അതിൽ കുറച്ചധികം സപ്പോർട്ട് ചെയ്യുക. കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ശ്വാസം കിട്ടുന്നില്ല. അപ്പം നീ വെള്ളം കുടിക്കുമ്പോൾ കാണാം. ബൈ. ഞാനില്ല ഞങ്ങൾ ഇതുപോലെയാണ് തുടങ്ങിയത്. ലൈക്ക് ഞങ്ങൾ കമ്പനി ആവാൻ കാരണം ഒരു ആർട്സ് ആയിരുന്നു. അന്ന് ഇതുപോലെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണത് ഈ വണ്ടി സെയിം വണ്ടിയല്ലടാ. അയ്യോ, ഓട്ടാ പോന്നെ. സ്റ്റാറിൽ പോയി ഒരു ലൈം ഓടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഞങ്ങൾ. എടാ ആര് വണ്ടി ആർക്കറ. സോ ആൾക്കാർ സജസ്റ്റ് ചെയ്യുക കണ്ടൻറ് എന്ത് ഷൂട്ട് ചെയ്യണമെന്ന്.
നമ്മൾ വേഴ്സറ്റൈൽ ആയത് കാരണം നമുക്ക് എന്ത് കണ്ടന്റ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതാണ്. സോ ആൾക്കാർ സജസ്റ്റ് ചെയ്യുക നമ്മൾ എന്ത് കണ്ടന്റ് ഷൂട്ട് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, മീനാക്ഷി നഗരത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓണം സീസൺ ആയതിനാൽ എല്ലായിടത്തും പൂവുണ്ട്. പൂക്കളിടാൻ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇന്ന് എത്രടാ? ഇന്നെന്താ സംഭവം? ഓണത്തിൻ്റെ എന്തായിരുന്നു ഇന്ന്? തുടക്കം, മാസം തുടക്കം കേട്ടോ. ഇന്ന് നമ്മൾ അന്ന് ഷൂട്ട് ചെയ്യുന്നത്. ഇന്ന് ഇറക്കുന്നതെന്ന് ഇപ്പോൾ തിരുവോണത്തിന് മുന്നെങ്കിലും ഇറക്കുമെന്ന് വിചാരിക്കുന്നു ഈ റീൽസും ഈ വ്ളോഗും. ഓ, ചൂടെടുത്ത് അവസ്ഥയായിട്ടുണ്ട്. മീനാക്ഷി നഗരത്തിലൂടെ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന 2 കൂട്ടുകാർ. ഇതൊക്കെ നമ്മളെ കൊണ്ടേ പറ്റുള്ളൂ കേട്ടോ. എന്നെ കൊണ്ടെന്നല്ല, നിന്നെ കൊണ്ട്. ഇവൻ ഇൻവേർട്ടറാന്ന് പറയും, പക്ഷെ ഇവൻ നല്ല എക്സ്ട്രോവേർട്ടാ. നമ്മൾ സ്റ്റാർ ബേക്കറി എത്തിയിരിക്കുന്നു ഗൈസ്. സ്റ്റാർ ബേക്കറി ഓക്കെ ഗൈസ്, സ്റ്റാർ ബേക്കറി എത്തിയിരിക്കുന്നു. കട്ട് ചെയ്യുന്നില്ല. പടാ, കുറച്ച് തണുത്തിരിക്കും കേട്ടോ. വാ, ഇനി കുറച്ച് സമയം ഓർഡർ ചെയ്തിട്ട് ഉണക്കാം. ഓണാക്കിയിട്ടുണ്ട്. കുറച്ചൊന്ന് താഴ്ത്തിക്കും. ഷെയ്ക്ക് അടച്ച് ഷെയ്ക്ക്. ഇതിലേതൊക്കെ ഉള്ള ഇപ്പം? എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ടോ? എനിക്കൊരു ഷാർജ. അവൻ്റെ ചാർജ് എടുത്തോ? അല്ല, ഒരു ചാർജ്. ഒരു മിനിറ്റ്. എനിക്കൊരു ചിക്കു. നേരത്തെ ഇത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. നിന്നെ കൊണ്ടാ. എന്താ വെളുപ്പ്? അതിനെന്താ ലിപ്സ്റ്റിക് ഇട്ടേക്കുന്ന പോലെ? ഒരു ചാർജ്, ഒരു ചിക്കു. ലിപ്സ്റ്റിക് ഇട്ടേക്കുന്ന പോലെ ശരിയല്ലേ? ബ്ലോഗിൽ ഷാദി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ സ്പോട്ട് എഡിറ്റിങ്. നമ്മൾ താൽക്കാലികമായതാ. എങ്ങനെ സംഭവം ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ടിലേക്ക് റിസൾട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് ആ സ്പോട്ടിൽ പ്രീസെറ്റ് ഇട്ടിട്ട് നോക്കുക. നോക്കിക്കോ. എന്നിട്ട് ഓണാക്കെ. സാധനം കണ്ടോ? ഹലോ, മൈക്ക് ചെക്ക്. നമ്മൾ പിന്നെയും വന്നിരിക്കുന്നു. ആ ഫോട്ടോ കാണിച്ചു കൊടുത്തേ. ഒട്ടാറ് സാധനം കണ്ടോ? ഇവർക്ക് ഈ ഗ്ലെയർ വരാത്തതിക്ക് എൻ്റെ മോനെ സാധനം നോക്കിയാ. ആശാൻ കിടന്ന് കളിച്ചോട്ടെ. സാധനം കാണാം. എൻ്റെ മോനെ കോശിക്കുന്ന അയച്ചു കൊടുക്കല്ലേ? സർപ്രൈസാ. രാഹുലിനെ വിളിക്കാൻ പോവാണ്. കഴിഞ്ഞ സ്പൈഡർമാൻ വ്ളോഗിലെ മെയിൻ കണ്ടൻ്റായ രാഹുൽ സുധീറിനെ നമ്മൾ കോൾ ചെയ്തിരിക്കുന്നു. വാട്സപ്പിൽ ഒരു ഫോട്ടോ അയച്ചെടുത്ത് നോക്കി. എല്ലാത്തിനും എന്നെ മതി. എനിക്കയക്കോ എൻ്റെ ഫോട്ടോ. റീല് വരുമ്പോൾ പൊളിക്കും. ഷുവർ. കത്തും എന്ന് പറഞ്ഞാൽ കത്തും. മാക്സിമം നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക. റീൽസ് ഉണ്ട്, അത് ഞാൻ വന്നിട്ട് കാണിക്കാം. എടുത്ത് ഫൈനലി നമ്മളും റീൽസിന് വേണ്ടി ഒരുങ്ങി ഇറങ്ങി. ഏറ്റവും വലിയ കാര്യം അതാ. ഇനി നമുക്ക് കുറച്ച് ഷെയ്ക്ക് കൂച്ചാം. എനിക്കത് ചേച്ചി ചിക്കുമല്ലേ? എൻ്റെ ഫ്രെയിമിൽ ഞാൻ മാത്രം അങ്ങനെ കഴിക്കാനൊന്നും വേണ്ട. മതി. എടാ അവിടെ നിന്നോട്ട് വിടറാ. നീ കുടിക്കാവോ? അവൻ കുടിക്കുന്ന കാണാൻ പാടില്ല. എടാ പോടാ. ഇതെന്നിപ്പോ നിൽക്കിയെന്താ? ഷാർജ തലക്കേരില്ല, ചിക്കു തലക്കേരി. ഇതുകൊണ്ടാണ് ഞാൻ പുറത്തുള്ള ഷേക്ക് പ്രിഫർ ചെയ്യാത്തത്. എൻ്റെ മോനെ സൈനസ് കയറിയ പോലെ. അപ്പം ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് പറയുന്നത്. ഞാൻ തന്നെ പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ആൾക്കാരെ കൊണ്ട് ഞാൻ പറയിക്കില്ലായിരുന്നു.
പിന്നെ ടർബോനെ കൊണ്ട് ഇനി പറയിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായിട്ടാണ് ഞാൻ തന്നെ പറയുന്നത്. സോ ഇതുപോലെ കണ്ടൻസ് എടുക്കണമെന്ന് ഞങ്ങൾക്ക് നല്ല താല്പര്യമുണ്ട്. പക്ഷേ ഞങ്ങൾ പഠിക്കുന്ന കോഴ്സ് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് അതിനുള്ള സമയം പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. അത്രയൊക്കെ തന്നെ. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ, പാഷനും പ്രൊഫഷനും ഒരുമിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ഭയങ്കര പാടാണ്. സ്റ്റിൽ നമ്മൾ രണ്ടാളും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ നോക്കുന്ന രണ്ടാൾക്കാരിൽ പെട്ട ഒരാളാണ്. ഒരാളല്ലേ, രണ്ടാളാണ്. നല്ല കാര്യം പറയാൻ വന്നാൽ ഫമ്പിളാവൂടാ. അയ്യോ, ലൈക്ക് എന്തെങ്കിലും നല്ല കാര്യം പറയാൻ വന്നാലേ ഹമ്പിളല്ലേ ഫമ്പിൾ മിക്സായി പോകുന്നു, ജമ്പിൾ ലെറ്റേഴ്സ് ആയി പോകുന്നു. എപ്പോൾ ഇവനെക്കുറിച്ച് എന്തെങ്കിലും നല്ല പറയാൻ വന്നാൽ അതെന്തെങ്കിലും തിന്നി പൊട്ടത്തരാവും. ഇവനെ ഭാഗ്യമില്ലാന്ന്. സോ പൊന്നാച്ചി നഗരം അഗെയിൻ വിത്ത് മീ. പിന്നെ ഇതാണ് കോളേജിൻ്റെ ഇൻ്റർഫേസ്. അത്യാവശ്യം റെനോവേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണ അവിടെ തിരിച്ചു വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കണ്ടോ, നമ്മൾ ഹോസ്പിറ്റലിൽ 24/7 വർക്കിംഗ് എല്ലാം. പുതിയ സൂപ്പർ മാർക്കറ്റൊക്കെ തുറന്നിട്ടുണ്ട്. കാര്യമായി. രാവിലെ തന്നെ ഒരു പണി കാണിച്ചവൻ പോയിട്ട് ഒരാൾ പ്ലേറ്റ് അങ്ങ് ഒട്ടിക്കാൻ പോയി. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചിറങ്ങിയ ആളെ ഞാൻ പറയും, നീ എഡിറ്റ് ചെയ്യണമെന്നില്ല. ഇപ്പം എന്നോട് കുറച്ച് നേരത്തെ പറഞ്ഞു നീ എഡിറ്റ് ചെയ്ത് കേട്ടോ വീഡിയോ വ്ളോഗൊക്കെ, എനിക്ക് റീലൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടെന്നൊക്കെ. സോ ഗൈസ്, വി ആർ ബാക്ക് അഗെയിൻ ടു അവർ ഡെൻ. നമ്മുടെ ഹോസ്റ്റൽ അകത്തേറ്റിക്കോടാ. എന്തായാലും സാധനങ്ങൾ മൊത്തം എടുക്കാൻ അകത്ത് കയറ്റോ. ഭയങ്കര വെയിലും. ഇതിനാ ഇവിടെ വെക്കുന്നത് നീ? ലോറിയെ കഴിയും. ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് ആരാ നോക്കൂ, ദേ നോക്കൂ, ഇതാരാ വന്നുകൊണ്ടിരിക്കുന്നത് നോക്കൂ. ചെയ്താലും ഇതുവരെ വ്ളോഗിൽ വന്നിട്ടില്ലായിരുന്നു. ഹായ്. കിട്ടില്ല കണ്ടന്റ് എടുത്തിട്ടാണ് വരുന്നത്. ഇപ്പം ഒരു പ്രോപ്പർ റീൽ ഷൂട്ട് ചെയ്ത് അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസും ഷൂട്ട് ചെയ്തിട്ട് വന്ന് 1 മണിക്കൂർ എടുത്ത് നല്ല പ്രിപ്പറേഷനും ചെയ്ത് കാണിച്ചു തരാം. സാധനം കിട്ടില്ല. വീഡിയോ ഫോട്ടോ ഇല്ലേ? ഫോട്ടോ ഉണ്ട്, എൻ്റെ ഫോൺ ഫോട്ടോ. ഒരു റീല് ഞങ്ങൾ റെഫറൻസ് വെച്ചായിരുന്നു. അതെ, കോശി കാണിച്ചു തരാം. കോശിനെ ഇപ്പം കാണിക്കാൻ പറ്റില്ല. നോക്കിയാ ഇന്ന് റീല് മൊത്തം എടുത്ത് ആ സാധനം നോക്കി. ആ വീഡിയോ കാണിച്ചു കൊടുക്കും, ജസ്റ്റ് വീഡിയോ റിയാക്ഷൻ. എന്നെ അനാവശ്യമായിട്ട് മോട്ടർ ചെയ്ത് ഡെയിലി എന്തെങ്കിലും വീഡിയോ ഇടുന്ന് പറയുന്ന ആകെ ഒരാളേ ഉള്ളൂ. ഡെയിലി ഷോർട്സ് ഇടണം. മോട്ടറാക്കാൻ എനിക്ക് പറ്റുമോ? ഡെയിലി ഷോർട്സ് ഇടണം, എന്നാലേ റീച്ച് കയറുള്ളൂ. കൊള്ളാല്ലേ? സാധനം ഇറങ്ങും. ബാക്കി ക്രിയേറ്റിവിറ്റി അവൻ്റെ ഇല്ല. ബാക്കി ക്രിയേറ്റിവിറ്റി അവൻ്റെ ഇല്ല. ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ എല്ലാം ചെയ്ത് കൊടുത്ത്. ഓക്കെ, കാണാം. കോശിയെ അതിൽ സ്പെക്സ് ഉണ്ടോ? ഇല്ലല്ലോ, സ്പെക്സ് എൻ്റെ ഉണ്ട്. സോ ബൈ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ. ഇത് പിടിച്ചേ, ഫോൺ പിടിച്ചേ. സൈനിങ് ഓഫ്.